മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലയാളിയെ തിരിച്ചറിഞ്ഞു. സംഘത്തിലുണ്ടായിരുന്ന മുഹമ്മദ് എന്ന പേരുള്ള 2 പേരിൽ ഒരാളാണ് കുത്തിയതെന്നാണ് പോലീസ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്തവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർക്കെതിരെ UAPA ചുമത്തിയേക്കും. കൈവെട്ട് കേസിലെ പ്രതികൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് NIA അന്വേഷിക്കുന്നുണ്ട്. ജൂലൈ 4-നായിരുന്നു കൈവെട്ട് കേസിന്റെ വാർഷികം എന്നതും നിർണായക ഘടകമാണ്. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. രാഗിൻ, അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഇന്ന് ആരൊക്കെയാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്? കൊലപാതകിയെ കൃത്യമായി തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ്, അഭിമന്യു കൊലക്കേസിൽ പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൃത്യം നടത്തിയ ആളെ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചത്. സംഘത്തിൽ മുഹമ്മദ് എന്ന 2 പേരുണ്ട്. ഒന്ന് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, മറ്റൊന്ന് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരാളാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ മൊഴി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേരെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഈ പ്രതികളെ സഹായിച്ചവരുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവര്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതേ സമയം തന്നെ പ്രതികൾക്കെതിരെ UAPA ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുകയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചനയിൽ ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടുകയാണ് പോലീസ്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ കൈവെട്ട് കേസിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിച്ചവർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ദേശീയ അന്വേഷണ ഏജൻസിയും പരിശോധിച്ചു വരികയാണ്. കാരണം ഈ ജൂലൈയിൽ തന്നെയായിരുന്നു ഈ കൈവെട്ട് കേസ് നടന്നിരുന്നത്. അതിന്റെ വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ആ ഒരു ഘടകവും നിർണായകമായി വരികയാണ്. മാത്രമല്ല, ഈ കൊലപ്പെടുത്തിയ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരിട്ട്, അതായത് ഹൃദയത്തിൽ നേരിട്ട് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയുണ്ട്. അവിടെ കൊണ്ടുപോകുന്നതിനേക്കാൾ മുൻപ് തന്നെ ആ സ്പോട്ടിൽ തന്നെ മരണമടയുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിൽ ഒരു ടെറർ ആംഗിൾ പോലീസ് കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് UAPA നിലനിൽക്കുമോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അർജുനെ കുത്തിയതും അതേ രീതിയിൽ തന്നെയായിരുന്നു. കരളിനാണ് കുത്തേറ്റത്. അതുകൊണ്ട് ഇത് വളരെ പ്ലാൻ ചെയ്ത ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം എന്ന തരത്തിലേക്കാണ് പോലീസ് വ്യാഖ്യാനിക്കുന്നതും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നത്. അതേസമയം കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. അഭിമന്യുവിനെ കുത്തിയയാളെ തിരിച്ചറിഞ്ഞു.